ഇന്ന് ഞങ്ങളുടെ അമ്മച്ചിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്തുവാ കാര്യമെന്ന് നമ്മുടെ അമ്മച്ചി തന്നെ പറയുന്നതായിരിക്കും. അമ്മച്ചി എവിടെ പോകും അമ്മച്ചി? ഇന്ന് ഞങ്ങൾ നമ്മുടെ എല്ലാവരും കൂടെ പോകുന്നതേ മോഹൻലാലിന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നത് കാണാൻ പോവാ. ഹാപ്പി ബർത്ത്ഡേ. മോഹൻലാലിനെ കാണാൻ പോവാന്നോ? കാണാൻ പോവാ. നല്ല പ്രത്യാശയോടെ പോവാ. അതെ, മോഹൻലാലിനെ കാണാൻ വേണ്ടി അമ്മച്ചി പോവുകയാണ്. മോഹൻലാലിനെ കണ്ട് കേക്ക് മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് വിഷും ചെയ്ത് മോഹൻലാലിൻ്റെ പുതിയ സിനിമ പറ്റുമെങ്കിൽ അതും കണ്ടിട്ടേ വരുമെന്ന് അമ്മച്ചി പറയുന്നത് കേട്ടോ. നമുക്കിനി അങ്ങോട്ട് പോവാം. ഇന്നിപ്പോ ഓക്കെ, കയറിക്കോ. ഞങ്ങളുടെ സാരഥി ഇവിടെ ഉണ്ട് കേട്ടോ. സാരഥി ഇതിനകത്ത് ഇരിക്കുകയാണ്ട്. ഞങ്ങളുടെ പാവ ആനേരി ഉണ്ട്. ഇതോ പോകുന്നു കേറ്റടയ്ക്ക്. അപ്പം നമ്മൾ നിൽക്കുന്നത് പോപ്പിൻസ് ബേക്കറിലാണ്. ആണ്ടേ പോപ്പിൻസ് ബേക്കറിൻ്റെ പ്രൊപ്പറേറ്റർ താണ്ടേ ലാലേട്ടന് ബർത്ത്ഡേക്ക് മുറിക്കാനുള്ള കേക്ക് താണ്ട അടിപൊളി. എത്ര കേക്ക് മാറേ? എത്ര കിലോ? 15 കിലോ. അതാ വണ്ടി കയറ്റിക്കോ. ഇത്രയും വലിയൊരു കേക്ക് ആദ്യമായിട്ട് കാണുമോ ഇത്? അമ്മച്ചി പറഞ്ഞ കേട്ടോ, ഇത്രയും വലിയ കേക്ക് 10 വർഷമായിട്ട് ബർത്ത്ഡേക്ക് ചെയ്യുന്നുണ്ട്. സംഭവം അതാ കേറുവോ? വണ്ടി വലിയൊരു ഡിക്കിയാണ് കേട്ടോ. സീറ്റ് മടക്ക്. വണ്ടിക്കകത്ത് കൊള്ളത്തില്ല കേട്ടോ. 15 കിലോയുടെ ഒരു കേക്കാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടന് മലയാളത്തിൻ്റെ മഹാനടനായ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ പുത്തൂർ ചെല്ലൻ തിയേറ്ററിൽ തുടർച്ചയായ 10ാം വർഷമാണ് മോഹൻലാൽ ഫാൻസിൻ്റെ കൂടെ ഒരു കേക്ക് മുറിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിൻ്റെ കൂടെ ഏറ്റവും വലിയ സന്തോഷം ദൃശ്യം എന്നൊരു മഹാചിത്രം ഇന്ന് നമുക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണിത്. നല്ല അടിപൊളി കളക്ഷനിൽ പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ലാലേട്ടൻ്റെ പേര് ഒരു ഹാപ്പി ബർത്ത്ഡേ. ഇത്തവണത്തെ നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് അച്ചായൻസ് ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. 10 വർഷമായിട്ട് നമുക്ക് കേക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പോപ്പീസാണ് കൊട്ടാരക്കര. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് മോനെ. കഴിച്ചോ? വേണ്ട കഴിച്ചോ? വേണ്ട ആണ് മോനെ. അങ്ങനെ പോകും. ഒരു വീട്ടിന് കൊടുക്കണേ. അവിടെ കേക്ക് കുഴപ്പമില്ല. എല്ലാവരും കൈ കഴുകിട്ട് പോണേ. സീറ്റേ വെച്ച് തൂക്കല്ലേ. ആരെങ്കിലും തെന്നി വീഴും. താഴെ കൈ കഴുകാനുള്ള സൗകര്യം ഉണ്ട്. അത് കഴുകിട്ട് പോണേ. സീറ്റേ വെച്ച് തൂക്കല്ലേ.